വയനാട് ദുരന്ത ഭൂമിയിൽ ഒരിക്കലും ദുഃഖം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പറയേണ്ടത്. കാരണം വയനാട് പരപ്പൻപാറ വനമേഖലയിൽ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനായിട്ടില്ല. 2 മൃതദേഹവും 2 മൃതദേഹ ഭാഗവുമാണ് കണ്ടെത്തിയത്. 20-ലധികം മൃതദേഹങ്ങൾ പ്രദേശത്തുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. വിവരങ്ങളുമായി അർജുൻ PS അവിടെ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെയും ഈ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് തിരച്ചിലില്ല എന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുകയാണ്. എങ്കിലും ഇനി എങ്ങനെയായിരിക്കും അവിടെ നിന്ന് ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം പുറത്തേക്ക് എത്തിക്കുന്നത്? തീർച്ചയായും ചെയ്യുക. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് 2 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ 20ഓളം മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ളവർ അറിയിക്കുന്നത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുവാൻ ഇപ്പോൾ കാലാവസ്ഥ വെല്ലുവിളി ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടമഞ്ഞ് അടക്കമുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് പോകുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാട് നിറഞ്ഞ പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലാണെന്നുള്ള ഒരു ചർച്ചയിലാണ് അധികൃതരുള്ളത്. എതിരെ തന്നെയും ഈ വനമേഖലകളിലടക്കം നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ആ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദേശങ്ങളിലടക്കം ആ തെരച്ചിൽ നടത്തിയത്. തൊട്ടപ്പുറത്തുള്ള ഈ സൂചിപ്പാറ മേഖലകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം തെരച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം തെരച്ചിൽ ഉണ്ടായിരുന്നു. പ്രാദേശിക തലത്തിലുള്ള ആളുകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ തെരച്ചിൽ ഉണ്ടായിരുന്നത്. ഇന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ദേവിക. ശരി, അർജുൻ ആണ് ചേർന്നത്. അർജുൻ, അപ്പോൾ ഇന്ന് തിരച്ചിൽ നടക്കില്ല. ഈ ജനകീയ തിരച്ചിൽ സേവാഭാരതി സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ മുൻകൈയെടുത്ത് അല്ലെങ്കിൽ അവർ കൂടി ഭാഗഭാക്കായ തിരച്ചിൽ ഇന്ന് നിർത്തിവെച്ചിട്ട് നാളെ തുടരുമെന്നാണോ പറയുന്നത്? അതുപോലെ തന്നെ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങളും അവിടെ തന്നെ ഇനി 20-ലധികം മൃതദേഹങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്ത നടുക്കുന്ന വാർത്തയാണല്ലോ അവിടെ നിന്ന് വരുന്നത് അർജുൻ. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ രക്ഷാദൗത്യത്തിന് പോയവരാണ് നമ്മളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അവർ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഒരു മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരങ്ങളും മാത്രമല്ല, ഈ മൃതദേഹം മാത്രമല്ല, മൃതദേഹ അവശിഷ്ടങ്ങൾ അടക്കം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമുക്ക് ഇത്തരത്തിലുള്ള മൃതദേഹം ലഭിച്ചത് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നും ചാലിയാറിന്റെ തീരത്തു നിന്നുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ചില രക്ഷാപ്രവർത്തകർ അവിടെ എത്തുകയും പിന്നീട് ഈ വനത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് മറ്റുള്ള ആളുകൾ ചെന്നിട്ടാണ് അല്ലെങ്കിൽ തണ്ടർബോൾട്ട് അടക്കം അവിടെ ചെന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറെ ദുർഘടം പിടിച്ച വഴിയാണ് ഈ ഒരു മൃതദേഹമുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് കാലാവസ്ഥ കൂടി അനുകൂലമാവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് എത്തിച്ചേരാം. മാത്രമല്ല ഈ കഠിനമായ വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുവാനുള്ള ആ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ എടുക്കുവാൻ കഴിയാത്തത്. എന്തിനാൽ തന്നെയും ഇന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീക്.